ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ. നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തിക്ക് ഗ്രേവിയോടൊക്കെ കൂടിയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ബീഫും കായും കൂടി ചേർത്തുള്ള ഒരു സ്പെഷ്യൽ കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ബീഫൊക്കെ ഇവിടെ ഇങ്ങനെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കായയുണ്ട്, അതേപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, സവാള, തക്കാളി. അപ്പോൾ അതിന് നമുക്ക് കുക്കർ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം, സ്പൈസസ് ചേർത്ത് കൊടുക്കാം, അതായത് കറുകപ്പട്ട, കറയാമ്പൂ അങ്ങനെയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം, അതേപോലെ തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും പിന്നീട് പച്ചമുളകും ഇഞ്ചിയും ഒക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ ഇറച്ചി മസാലയും എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മളിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ട പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ജീരകവും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതാകുമ്പോഴത്തേക്ക് നല്ല സ്മെല്ലൊക്കെ ആയിരിക്കും നമ്മൾ ഈ സ്പൈസസ് ഒക്കെ ഇതേപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ. കുറച്ച് വെളുത്തുള്ളി അല്ലികളും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഈ സമയത്ത് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ കൈകൊണ്ട് അങ്ങോട്ട് തിരുമി അങ്ങോട്ട് ഉടച്ചങ്ങോട്ട് വെച്ചേക്കണം. അങ്ങോട്ട് ഒരു മണിക്കൂറിന് ശേഷം ഇവരെ നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ തിരുമി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ കായ ചേർക്കാം, അതല്ല കുറച്ച് വെന്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ നേരിട്ട് തന്നെ ചേർക്കുന്നുണ്ട്. പിന്നീട് ആവശ്യത്തിന് നമ്മൾ നേരത്തെ കുറച്ച് സവാള ചേർത്തിട്ടുള്ളത് തിരുമി വെക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള സവാളയും കൂടി ചേർത്തിട്ടുണ്ട്, ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടു. അതിനുശേഷം കുക്കറിലേക്ക് ഒന്ന് പകുതി വേവിച്ചതിന് ശേഷം ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഈ ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബീഫ് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.